ദൈത്യരാജ, ഞാൻ പറഞ്ഞത് എന്തായാലും അങ്ങയുടെ പക്ഷത്തും ദേവന്മാർക്ക് എതിരുമാണ്. എന്നെയുള്ള ഭയം കൊണ്ട് പറയുകയാണോ നാരദ? അല്ലല്ല ദൈത്യരാജ, എന്റെയും അങ്ങയുടെയും മധ്യ ഭയം എന്തിനാണ്? യുഗയുഗങ്ങളായുള്ള ബന്ധമാണ്. ഞാൻ അങ്ങയുടെ ശുഭകാംക്ഷിയാണ്. എന്തു പറഞ്ഞു? ആരാണെന്നാ പറഞ്ഞത്? ശുഭകാംക്ഷി. ആ, അത് തന്നെയാണ് നല്ലത്. ഇനി നീ തന്നെ പറയ, ഈ ദേവഗണങ്ങൾ എങ്ങോട്ട് ഓടിപ്പോയി? നിനക്കവരെ കാണാമായിരിക്കും. ആഹാ ദൈത്യരാജ, എനിക്ക് അസുരന്മാരുടെ ഭാവി കൂടി കാണാനാകുന്നു. നാരദ, നീ അതുമിതും വളരെയധികം പറയുന്നു. ആദ്യം ശുഭകാംക്ഷിയായിരുന്നു, ഇപ്പോഴിതാ ഭാവി പ്രവചിക്കുന്നു. ഉടനെ പറഞ്ഞുകൊള്ളുക, ദേവന്മാർ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്ന്. അതെനിക്ക് അറിയില്ലല്ലോ എന്റെ ദൈത്യരാജ. പക്ഷെ ആശ്ചര്യം അതല്ല, അങ്ങയെപ്പോലെയുള്ള മഹാശക്തൻ സ്വന്തം നന്മയുള്ള കാര്യം വെടിഞ്ഞ് പരാജിതരായ ദേവഗണങ്ങളുടെ പിറകെ ഓടുന്നതെന്തിനാണ്? പിന്നെയും അവന്റെ ചോദ്യം, ആദ്യം ശുഭകാംക്ഷി, പിന്നെ ഭാവി ചിന്തകൻ. ഇപ്പോൾ വീണ്ടും ഈ ചോദ്യം. എന്റെ ക്രോധം ഇനിയും വർദ്ധിപ്പിക്കരുത് നാരദ. നിന്റെ അനാവശ്യ ചോദ്യങ്ങൾ എനിക്കൊട്ടും ഇഷ്ടമാകുന്നില്ല. അതുമല്ല, ദേവന്മാരെ കുറിച്ച് തുറന്നു പറയാതെ നീ അതുമിതും പറയുന്നു. ഇപ്പോൾ എന്റെ നന്മയ്ക്കായി എനിക്ക് ഉപദേശം തരുന്നു. ഇതിന്റെ പരിണാമം നിനക്കറിയാമോ? തീർച്ചയായും. അനാവശ്യമായി അന്യരെ കഷ്ടപ്പെടുത്തുകയും ദുഷ്ടത കാണിക്കുകയും ചെയ്യുന്നതിന്റെ പരിണാമം കഷ്ടങ്ങൾ തന്നെയാകും ദൈത്യരാജ. പിന്നെന്തിന് ചെയ്യുന്നു ദുഷ്ടത? അതാണ് എന്റെയും ചോദ്യം. താങ്കളും അത് ചോദിച്ചു. സാധാരണയായി ശക്തന്മാരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാനും അതാ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ദൈത്യരാജ. ചോദ്യം സാധാരണ ശക്തിമാനാണ് ചോദിക്കുക. പക്ഷെ അങ്ങെന്തിനു ചോദിച്ചു? പിന്നെയും അവന്റെ ദാർഢ്യം, പിന്നെയും ഒരു ചോദ്യം. ഞാൻ ചോദ്യം ചോദിക്കും, നീ ഉത്തരം നൽകണം. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷെ ചോദ്യം എന്താണ് അങ്ങയുടെ ചോദ്യം? നീ മഹാദുഷ്ടനാണ് നാരദ. പിന്നെയും ചോദ്യം തന്നെ. നീ ഇപ്പോൾ പറയുക, ഞാൻ ദേവന്മാരെ എവിടെ തിരയണം? അവരെ തിരയേണ്ട ആവശ്യം എന്താണ്? വീണ്ടും വീണ്ടും ചോദ്യം. ചോദ്യം വേണ്ട, ഇനി പറയ. അസുരരാജ, എനിക്ക് നന്നായിട്ട് അറിവുള്ളതാണ് അങ്ങ് പൃഥ്വിലോകവും പാതാളവും വിജയിച്ചു കിടക്കാനുള്ള മോഹവുമായാണ് സ്വർഗത്തിൽ നിന്നും പോന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭാവി സ്പഷ്ടമായി കാണാനുണ്ട്. എന്നാണോ താങ്കൾ ഒരു പുത്രന്റെ പിതാവായി തീരുന്നത്, അതുവരെ താങ്കളുടെ മനോകാമന പൂർത്തിയാവുകയില്ല. എന്താണ് ഈ പറഞ്ഞത് നാരദ? നാരായണ നാരായണ, ഞാൻ ആരാണ് ഇത് പറയുവാനായിട്ട്? ഇത് വിധിയുടെ നിയോഗമാണ്. നീ പറഞ്ഞത് ശരിയാണ്. എന്റെ പിതാവ് കശ്യപമുനിയും വിജയയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇത് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതും കൂടി പറഞ്ഞു, എനിക്ക് പുത്രൻ പത്നിയിൽ നിന്നല്ല തപസ്സുകൊണ്ടാണ് ലഭിക്കുകയെന്ന്. അങ്ങയുടെ പിതാവ് കശ്യപമുനി സത്യമാണ് പറഞ്ഞത്. അങ്ങയുടെ ഗുണത്തിനായിട്ട് പറഞ്ഞു. ഞാനും അങ്ങയുടെ ഗുണത്തെക്കുറിച്ച് ആലോചിച്ച് അങ്ങയോട് പറയുകയാണ്, അങ്ങ് അവിളംബം പർവ്വത ശിഖരത്തിൽ ചെന്ന് ഭഗവാൻ ശിവനെ ആരാധിക്കാൻ തുടങ്ങണമെന്ന്. ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്. അദ്ദേഹം വേഗം പ്രസന്നനാകും. വരദാനമായി പുത്രനെ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഉടനെ അങ്ങയുടെ മനോകാമന പൂർത്തിയാക്കി തരും. അതെല്ലാം ശരി തന്നെ. പക്ഷെ നിനക്ക് പറയാനാകുമോ നാരദ, പൃഥ്വിയിലും പാതാളത്തിലും വിജയം നേടുന്നതിന് മുൻപ് എനിക്ക് പുത്രനുണ്ടാകേണ്ട ആവശ്യം എന്താണെന്ന്? ഇപ്പോൾ താങ്കൾ ചോദ്യം ചോദിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഇതാണ് ദൈത്യരാജ. താങ്കളല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് ചോദ്യം ചോദിക്കുന്ന വ്യക്തി നാരായണ നാരായണ. ശരി, അതെല്ലാം മറന്നേക്കാൻ ദൈത്യരാജ. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടത് ആവശ്യമാണ് ദൈത്യരാജ. താങ്കൾക്കൊരു പുത്രൻ ലഭിക്കുന്നതോടെ അവന്റെ ശുഭാഗമനത്താൽ അങ്ങയിൽ അന്തർലീനമായിരിക്കുന്ന സർവശക്തികളും പ്രകടമായി തീരും. അനേകം മടങ്ങ് വർദ്ധിക്കും. താങ്കൾക്ക് പൃഥ്വിലോകത്തിലും പാതാളത്തിലും എളുപ്പം വിജയം കൈവരിക്കാനാകും. എങ്കിൽ ഞാൻ ഉടനെ ശിവാരാധന ആരംഭിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ അങ്ങയുടെ മുൻപേ പറഞ്ഞതല്ലേ. നാരായണ നാരായണ, താങ്കൾ ഉടനെ
പർവ്വത ശിഖരത്തിൽ പോയി ശിവാരാധന ആരംഭിക്കണം ദൈത്യരാജ. മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ ആദരണീയ മാതാവിനെയും പൂജനീയ പിതാവിനെയും സാദരം പ്രണമിക്കുന്നു. യുഗയുഗാന്തരങ്ങൾ ത്രിലോകം വാഴുക മകനെ. പക്ഷെ മകനെ ഹിരണ്യാക്ഷ, ഞാൻ കേട്ടു നീ പൃഥ്വിയും പാതാളവും ജയിക്കാൻ പോയിരിക്കുകയാണെന്ന്. അതെ അമ്മേ, സ്വർഗത്തിൽ നിന്നും തീരുമാനിച്ചിറങ്ങിയതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഒരു പുത്രന് ജന്മം നൽകാതെ എനിക്ക് പൃഥ്വിയും പാതാളവും നേടാനാകില്ല എന്ന്. അതിനാൽ പരാക്രമിയായ പുത്രൻ ലഭിക്കാനായി ഞാൻ ശിവാരാധന ചെയ്തേ തീരൂ. ശിവാരാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സമയം കളയേണ്ട ആവശ്യം എന്താണ് മകനെ? ഞാൻ നിങ്ങളുടെ വിവാഹം 2 ദൈത്യസുന്ദരിമാരുമൊത്ത് നടത്താം. അതിനുശേഷം നിങ്ങൾ വീരപുത്രന്മാരുടെ പിതാക്കളാകും. ദൈത്യവംശത്തിന്റെ കീർത്തി എങ്ങും പരക്കും. അനാവശ്യമായി പുത്രന്റെ മഹത്വാകാംക്ഷയെ ഒരിക്കലും വളർത്തരുത് ദിതി. അതിന്റെ പരിണാമം ശുഭമാകില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഹിരണ്യാക്ഷന്റെ ഭാഗ്യത്തിൽ സന്താന സുഖമില്ലെന്ന്. ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത് വഴി മാത്രമേ ഇവന് പുത്രന് ലഭിക്കൂ, പത്നിയിൽ നിന്നല്ല. ദേവർഷി നാരദനും അതാണ് പറഞ്ഞത്. പുത്രലബ്ധിക്കായി ഞാൻ തപസ് ചെയ്തേ മതിയാകൂ. നിനക്ക് എന്ത് പറ്റി മകനെ? നീ ഭ്രമത്തിലകപ്പെട്ടുവോ? നീ എന്റെ പുത്രനാണ്. ഈ ദേവർഷി നാരദൻ, ആരാധന ശിവൻ, ഇവയെല്ലാം നമുക്കിടയിൽ എങ്ങനെ വന്നു ചേർന്നു? ഒരു പുത്രന്റെ മാതാവാണ് ഏറ്റവും വലിയത്. അതിനാൽ മറ്റെല്ലാ വിചാരവും ത്യജിച്ച് സ്വന്തം മാതാവിന്റെ ആജ്ഞ പാലിക്കുകയാണ് നിന്റെ കർത്തവ്യം. പോകൂ, പോയി ഹിരണ്യകശിപുവിനോട് പറയൂ, മാതാവ് വിവാഹത്തിന് നിർദ്ദേശം നൽകിയെന്ന്. ഞാൻ നിങ്ങൾക്ക് ദൈത്യകന്യകമാരെ കണ്ടുവച്ചിട്ടുണ്ട്. പോകൂ, പോയി എന്റെ ആജ്ഞ പാലിക്കൂ. राजन हिरण्यकशिपु जयकेतु राजकुमारी कयाधु जयकेतु असुर राजन हिरण्यकशिपु जयकेतु राजकुमारी कयाधु जयकेतु असुर राजन हिरण्याक्षन जयकेतु राजकुमारी वराक्षी जयकेतु असुर राजन हिरण्याक्षन जयकेतु राजकुमारी वराक्षी जयकेतु പ്രണാമം പിതാവേ. ആയുഷ്മാൻ ഭവ. പ്രണാമം മാതാവേ. സർവദാ സുഖീ ഭവ. പ്രതാപികളായ പുത്രനുണ്ടാകട്ടെ. മംഗളം ഭവ. സദാ സുഖീ ഭവ. സ്വാമിൻ, അങ്ങക്ക് എന്തു പറ്റി? അങ്ങയുടെ മുഖത്ത് ഈ വിഷാദം എന്താണ്? വിവാഹത്തിന്റെ അവസരത്തിൽ മുഖം സന്തോഷപൂർണമാകണം. പക്ഷെ അങ്ങ് ചിന്താഗ്രസ്തനാണ്. വിശേഷിച്ചൊന്നുമില്ല വരാക്ഷി. വിശേഷമില്ലായിരിക്കാം. എങ്കിൽ സാധാരണമായതെന്തോ അത് പറയണം. അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഒരു പത്നി സ്വന്തം പതിയുടെ വിഷമത്തെക്കുറിച്ച് അറിഞ്ഞാൽ എന്താണോ ചെയ്യുക, ഞാനും അതുതന്നെ ചെയ്യും സ്വാമിൻ. ഇല്ല വരാക്ഷി, ഇല്ല. നിനക്കൊന്നും ചെയ്യാനാവില്ല. സ്വാമിൻ, അങ്ങയ്ക്ക് അങ്ങയുടെ വിഷമത്തെക്കുറിച്ച് അത് വളരെ വലുതാണെന്നറിയാം. പക്ഷേ എന്റെ വിഷമം ദൂരെയകറ്റാനുള്ള ശക്തി അങ്ങയുടെ വിഷമത്തെക്കാൾ വലുതാണോ ചെറുതാണോ ഇതങ്ങയ്ക്കറിയില്ലല്ലോ. നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ എന്റെ വിഷമം വലുതോ ചെറുതോ അല്ല, സവിശേഷമാണ്. സവിശേഷമോ അത്ഭുതമോ വിലക്ഷണമോ പറഞ്ഞാലും സ്വാമിൻ. കേൾക്കണം വരാക്ഷേ,
ഞങ്ങൾ സഹോദരന്മാരുടെ സ്വർഗവിജയത്തിൽ ദാനവർ, മാനവർ, ദേവന്മാർ, യക്ഷർ എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നു. അതെനിക്കറിയാം സ്വാമിൻ. നാം നമ്മുടെ ബാഹുബലം കൊണ്ട് പൃഥ്വിയിലും പാതാളത്തിലും അധികാരം സ്ഥാപിക്കുന്നതാണ്. ഇതെല്ലാം എന്നോട് എന്തിനു പറയുന്നു സ്വാമിൻ? എനിക്കതെല്ലാം അറിയാം. എനിക്കറിയാത്തത് എന്താണോ അതാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ആ സത്യം കേട്ടുകൊള്ളുക. നമ്മെ വിഷമിപ്പിക്കുന്ന സത്യം. നമുക്ക് പൃഥ്വിയും പാതാളവും കീഴടക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഞാനൊരു പുത്രന്റെ പിതാവായേ തീരൂ. tum